എല്ലാരും കത്തി സിറ്റിയെ കത്തി. സിറ്റി ഇച്ചിരി ശോകമാണ്. ആണോ ഡീഡോസ് ആണ്. ഡീഡോസ് ആണോ അത്? ആണാണ്. എന്ത് ചെയ്യുവടാ ഇങ്ങനെ ഡീഡോസ് അടിക്കാൻ തുടങ്ങി? എന്ത് ചെയ്യും? ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്ത് ചെയ്യും? അണ്ണാ എനിക്കൊന്ന് ഫയർ വാൾ ഇട്ടാലും ഇത്രയും പ്ലേയേഴ്സ് ഇല്ല അണ്ണാ. അപ്പം അത്രയും വലിയ പൈസ കൊടുത്തൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. ബ്ലൈൻഡ് സാറാ ബ്രോ, താങ്ക് യു സോ മച്ച് സബ്സ്ക്രിപ്ഷൻ. മൊത്തം 12 എണ്ണം ചെയ്ത ബ്ലൈൻഡ് സാറാ ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. സത്യല്ലേ ഇതില് ഈ ഒരു ആഴ്ചയായിട്ട് രാത്രി RP ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫൈറ്റ് എടുക്കാൻ തന്നെ PL എടുക്കണം. അതാണ് ഇപ്പത്തെ സത്യം അങ്ങനത്തെ ഒരു അവസ്ഥയല്ലായി. അല്ല പിന്നെ ലേറ്റ് നൈറ്റ് ആണ്, ഒരു 2 മണി കഴിയണം, അല്ലെങ്കിൽ രാവിലെ വല്ലതും. 12 ശേഷിയില്ലേ ഉറങ്ങാൻ പോവാൻ. പക്ഷെ 2 മണിക്ക് ഇവിടെ 2 മണി തൊട്ട് ഇവിടെ ഇതല്ലേ സേഫ് സോൺ അല്ലേ. PvP ഒരു ആക്ടിവിറ്റീസും നടക്കത്തില്ല, മനസ്സിലായോ? അതാണ് പ്രശ്നം. നല്ല ഫണ്ടൊക്കെ ചെയ്താൽ സെറ്റ് ആവും ബ്രോ. ഇപ്പൊ തന്നെ മന്ത്ലി 40,000 രൂപയാണ്, 45,000 രൂപ 50,000 രൂപയാണ് ഇവര് ഹോസ്റ്റിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സും അറ്റ്ലീസ്റ്റ് ഇവിടെ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഇവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ 100 രൂപ 50 രൂപ എല്ലാം വെച്ച് ചാർജ് ചെയ്ത് പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ പിരിക്കണം. സോൾ സിറ്റി പോലെ സോൾ സിറ്റി പോലെ എല്ലാവർക്കും 100 രൂപയുടെ വല്ല പ്രീമിയം മെമ്പർഷിപ്പ് വല്ല എടുത്ത് 100 രൂപ വല്ല ഒരു മാസത്തേക്ക് 100 150 എല്ലാം കൊടുത്തിട്ട് കളിക്കുന്നവർ കളിക്കണം. ഫ്രീ ടു പ്ലേ. നല്ല ഐഡിയ. അത് നല്ല ഐഡിയ ആണ്. നല്ല ഐഡിയ ആണ്. ആൾക്കാരൊക്കെ എന്ത് പറയുന്നത്? എന്തോ കേട്ടില്ല. എല്ലാരും കരയുന്നു. അപ്പാപ്പ ഇത് നടത്തണ്ടേ മര്യാദക്ക്? ഇത് നടത്തണ്ടേ? അല്ലേ ഒരു മാസത്തേക്കാ ഞാൻ പറയണം. ഒരു മാസത്തേക്ക് 100 രൂപ കൊടുത്തിട്ട് കളിക്കണ രീതിയാണ് ഉദ്ദേശിക്കണേ, മനസ്സിലായോ? അല്ലാതെ ഡെയിലി അല്ല. ഞാന് ഒരു കാര്യം കൂടെ നോക്കുന്നുണ്ട്. ഞാനിപ്പോ മൊത്തത്തിൽ ഇത് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പോവാ. ഇത് ESX മാറ്റിയിട്ട് വേറെ ഇതിലോട്ട് മാറ്റാൻ പോവാ. കോർ മാറ്റാൻ പോവാ. ക്യൂബോക്സിലോട്ട് മാറ്റാൻ പോവാ കോർ. അതായത് ഇപ്പൊ കളിക്കുന്ന പോലൊക്കെ തന്നെ എല്ലാം സെയിം ഡിറ്റോ ആയിരിക്കും. നിങ്ങൾക്ക് വ്യത്യാസം ഒന്നും മനസ്സിലാകത്തില്ല. ബാക്ക് എൻഡിലെ കോർ മാത്രം ചേഞ്ച് ആവും. റേജ് അല്ല, വേറെ QB പോലെ. പക്ഷെ QB അല്ല ചോദിച്ചു കഴിഞ്ഞാൽ OX വരുന്നതുകൊണ്ട് QB അറിയത്തില്ല. അങ്ങനെ മാറ്റിയിട്ട് നമുക്കിപ്പോ ഒരു കൺവേർഷൻ ചെയ്യണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികള്, നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം വിറ്റ് പെറുക്കി ക്യാഷ് ആക്കിയിട്ട് ഇൻവെന്ററി വെക്കണം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബോണ്ട് എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവരും. അപ്പൊ ബോണ്ട് ആയിട്ട് വാങ്ങിയിട്ട് ക്ലെയിം ചെയ്തിട്ട് ആ ബോണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻവെന്ററി വെക്കണം. മനസ്സിലായോ? അപ്പൊ പുതിയ സെർവറിലോട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൈസ ഒന്നും നഷ്ടമില്ല. പുതിയ സെർവർ ചെല്ലുമ്പോൾ ഈ ബോണ്ട് അവിടെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചു കൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ അത് അത്രയും പൈസ ക്യാഷ് ആയിട്ട് വരും. മനസ്സിലായോ? പക്ഷെ നഷ്ടം വരാൻ പോകുന്നത് വണ്ടി അപ്ഗ്രേഡ് ചെയ്ത പൈസയൊക്കെ നഷ്ടം വരുമായിരിക്കും. അല്ലാതെ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഈ ഡീഡോസ് വണ്ടിയൊക്കെ അടിക്കുന്നവന്മാർക്ക് ഈ സെർവറിൽ അക്സസ് ഇല്ലെന്നാണെന്നോ? അണ്ടാപ്പി, കുണ്ണാപ്പി, കുഞ്ഞാപ്പി എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒക്കെ ഒരുത്തനുണ്ടാവും. ഈ പ്രൈവറ്റ് IP വൈറ്റ് ലിസ്റ്റ് ചെയ്താലും IP ഒക്കെ അപ്പോഴേ വെളിയിൽ പോകും, ഒരു സംശയവും ഇല്ല. ഇനി ഏതൊക്കെ അവന്മാര് ഹൈഡ് ചെയ്ത് ലൈവ് ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് തന്നെ ഉണ്ടാവും ആ വിശക്കുണ്ണയ്ക്ക് വൈറ്റ് ലിസ്റ്റ്, ഉറപ്പായിട്ടും. ഇതിൽ ഒരാളിട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ട്. അപ്പൊ ഞാനൊരു സർവർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ESX is far better than Keybox. ബ്രോ, ESX is better. ബട്ട് ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ESXന് പ്രൊട്ടക്ഷൻ ഇല്ല. സർവറിന്റെ ഒരുത്തിന് കയറിയിട്ട് അകത്തിരുന്നിട്ട് ട്രിഗർ ചെയ്യാം, ഇവന്റ് ഇങ്ങനെ ട്രിഗർ ചെയ്ത് വിട്ടോണ്ടിരിക്കാം. പക്ഷെ അത് ക്യൂബോക്സിൽ പോസിബിൾ അല്ല. സോ ഇപ്പം മെയിൻലി സർവറിന്റെ അകത്തുനിന്ന് തന്നെയാണ് പണി വരുന്നതെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനത്തെ ഇഷ്യൂസ്. നമുക്ക് നോക്കാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാലും മാക്സിമം ഇത് സോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇതൊന്നും നടന്നില്ലെങ്കിൽ അവസാനം ഈകള് പറഞ്ഞ പോലെ വൈറ്റ് ലിസ്റ്റിന് 100 രൂപ അല്ലെങ്കിൽ 50 രൂപ ആക്കിയിട്ട്. 50 രൂപ ഭയങ്കര കുറവാണ്. 100 രൂപ ആക്കപ്പാ. ആര് ഇത്രയും പേര്? ഞാൻ പറയട്ടെ, 1000 ഇവിടെ എത്ര പേര് കളിക്കുന്നുണ്ട് ഇപ്പൊ ടോട്ടൽ പ്ലേയേഴ്സ്? ഇപ്പൊ മൊത്തത്തിലോ 3000 മുകളില്. അപ്പൊ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. 100 രൂപ ഒരു മാസത്തേക്ക് 30 ദിവസം. ഇവന്മാര് ബീഡി മേടിക്കാനും സിഗരറ്റ് മേടിക്കാനും അതിലും കൊടുക്കുന്നുണ്ട് അപ്പാ ഡെയിലി. അല്ലേ ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പൊ ഒരു ഗ്യാങ്ങിന് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ചെറിയ പിള്ളേരെ കളിക്കുന്ന ഗ്യാങ് ഉണ്ടാവും. അപ്പൊ ഒരു ഗ്യാങ്ങിൽ 35 പേർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസം 3500 രൂപ വൈറ്റ് ലിസ്റ്റിന് മാത്രം മാറ്റി വെക്കേണ്ടി വരും ആ ഗ്യാങ്. അപ്പാ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ അത് ഗ്യാങ് വൈസ് നോക്കുമ്പോൾ 30 മെമ്പേഴ്സ് അല്ലേ. എല്ലാവരുടെയും 100 രൂപയ്ക്ക് അഫോർഡബിൾ ആയിരിക്കും. അപ്പൊ ചോദിച്ചു നോക്കുക എല്ലാവരും. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇവിടെ മര്യാദയ്ക്ക് കളിക്കാൻ. ഇങ്ങനെ കട്ട് ഓഫ് ആയി പോകുന്നതിലും ഭേദമല്ലേ ഇത്. പിന്നെ അപ്പൊ പറഞ്ഞത് ശരിയാണ്, കൊച്ചു പിള്ളേരുള്ള ഒരുപാട് ഗ്യാങ് ഉണ്ട് ഇവിടെ. അതായത് അവർക്കൊക്കെ 100 രൂപ ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടാ. അത്
അപ്പൊ ഒരു ദിവസം അത് ശരിയാണ്, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. സ്റ്റാമ്പിനാന്ന് പറഞ്ഞ അച്ഛൻ്റെ മേടിച്ചാൽ മതി. മാസം 100 രൂപയല്ലേ. അത് മാത്രമല്ല ഞാൻ വേറെ കാര്യം എന്ന് വെച്ചാല് സെർവർ ഇപ്പം ഒരു ഗ്യാങ്ങിന്റെ സെർവറിന് മൊത്തത്തിൽ ഇറങ്ങി പോകും കേട്ടോ സെർവർ. അത് വേറെ ഞാൻ അല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സെർവറുകൾക്ക് പഞ്ഞൊന്നുമില്ല, മനസ്സിലായി. മുക്കിന് സെർവറാ, മറ്റേ അടുത്ത ജംഗ്ഷനിലെ കടകളുള്ള പോലെ. ഏതൊക്കെ സെർവർ ഉണ്ടെങ്കിലും നല്ല ആൾക്കാരുള്ളടത്ത് നക്കി വരെ ഇഷ്ടം പോലെ അവന്മാരുണ്ട്, മനസ്സിലായേ. അത് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ നല്ല പ്ലേയേഴ്സിനെ ഒക്കെ പറ്റിയല്ല ഞാൻ പറയണത്. മറ്റേ നെഗറ്റീവ് മറ്റേ മാത്രം ഇതാക്കി നിൽക്കണം എന്നുള്ള കുറെ അവന്മാരുണ്ടല്ലോ. അത് ഇനി ഇതിനേക്കാളും ഇരട്ടി സൗകര്യമുള്ള സെർവർ അപ്പുറത്ത് ഉണ്ടാക്കിയാലും ഇവിടെ വന്ന് ഷോ ഇറക്കാൻ എന്തായാലും ആൾക്കാരുണ്ടാവും പാപ്പ. അതിലൊരു സംശയവും ഇല്ല. എനിക്ക് പറയാൻ ഒരു മടിയില്ല. അത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും അവർ വരും, വരാനുള്ളവരൊക്കെ വരും. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറയണത് പോലെ സെർവർ ലോങ് ടേണിൽ മുന്നോട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് നന്നായിരിക്കും, എനിക്കത് തോന്നുന്നത്. കാരണം അപ്പൊ നിങ്ങൾ എത്ര നാൾ, ഞാൻ വേറൊരു കാര്യം പറയാം ബൈ, ചിലപ്പോൾ നിങ്ങളൊക്കെ പറയുമായിരിക്കും 100 രൂപ അഫോർഡ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ബ്രോ, നിങ്ങളെപ്പോലെ എല്ലാവരും കാശുകാരല്ല, അങ്ങനത്തെ മറ്റേ സെന്റിമെന്റ്സ് താളമൊക്കെ ഇറക്കുമായിരിക്കും. ഞാൻ വേറെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഇങ്ങേരുടെ സ്വർണ്ണം അതും ഇതൊക്കെ കൊണ്ടുവച്ചിട്ടാണ് ഈ സെർവർ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം. പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, തമാശയല്ല. പുള്ളിയുടെ പേഴ്സണൽ സേവിങ്സും പേഴ്സണൽ ആയിട്ടുള്ള അസറ്റ്സും ഒക്കെ കൊണ്ടുവന്ന് പണയം വെച്ചിട്ടും വിറ്റിട്ടും ഒക്കെയാണ് ഈ എക്സലാൻഡിസ് എന്ന് പറയുന്ന സെർവർ ഓടിക്കണേ. ബ്രാവോടെ കാര്യമാണ് ഞാൻ പറയണേ, തമാശയല്ല ഞാൻ പറയണേ, സീരിയസ് ആയിട്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് പുള്ളി അങ്ങനെ ഇത് ഓടിച്ചോണ്ടിരിക്കണേ. എത്ര നാള് ഇതിനകത്തുനിന്ന് എന്ത് കിട്ടാനാ വേറെ? ഞാൻ പറയണത് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല, സെർവർ റൺ ആവുന്ന പൈസ ഇതിൽ നിന്ന് കിട്ടുക, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. സെർവർ റൺ ആവാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടണം, അത്രേ ഉള്ളൂ. ഈ നിങ്ങളിങ്ങനെ ഓരോ ദിവസം നമ്മൾ DDoS അടിക്കുമ്പോൾ ഇവര് ഹോസ്റ്റ് മാറ്റുന്നു, ഹോസ്റ്റ് അപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയണത് നമ്മൾ വിചാരിക്കും ഓക്കെ ശരി, ഇത് ചെറിയ പരിപാടിയല്ല ഗൈസ്, നല്ല ഫണ്ട് ഇറങ്ങണ പരിപാടിയാ. പിന്നെ ഇതുവരെ ഫയർവാളിന് വലിയ പൈസ ഉണ്ടാ. ഇപ്പൊ മന്ത്ലി എത്ര കൊടുക്കുന്നുണ്ട്? അപ്പൊ ആവറേജ് 50,000 രൂപ കൊടുക്കുന്നില്ലേ അടുപ്പിച്ച്? കഴിഞ്ഞ 3 മാസം നമുക്ക് 2 ഹോസ്റ്റ് എടുക്കേണ്ടി വന്നു. അതായത് ഒരെണ്ണം അടിച്ചിടുമ്പോൾ നമ്മൾ മറ്റേത് അപ്പാക്കി വിടും, മറ്റേത് അടിച്ചിടുമ്പോൾ മറ്റേ രണ്ടാമത്തെ അപ്പാക്കി വിടും. അങ്ങനെ കഴിഞ്ഞ 3 മാസം ഓടിച്ചു. 2 ഹോസ്റ്റിനും കൂടെ ഹോസ്റ്റിന് മാത്രം 10-70 രൂപ ആയിരുന്നു. 70,000 ഹോസ്റ്റിന് മാത്രം കഴിഞ്ഞ 3 മാസം. അതായത് 3 മാസം എന്ന് പറയുമ്പോൾ 2,10,000 രൂപ കഴിഞ്ഞൊരു 3 മാസത്തിൽ ചെലവായത്. 2,10,000 രൂപ? അതെ, 2 ലക്ഷം. അത് കൂടാതെ പിന്നെ കീസ്, സബ്സ്ക്രിപ്ഷൻസ്, വേറെ പൈസ വേറെ ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ പറഞ്ഞല്ലേ. അല്ല, ഇത് കേട്ടിട്ട് ഗൈസ് നിങ്ങൾ പറ, 100 രൂപ ഒരാളുടെ ചാർജ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ ഇതിനും കൊടുക്കണ്ട ഫയർവാള്. ഞാൻ പറയണ 100 രൂപ നമ്മൾ എന്തൊക്കെ DDoS പ്രൊട്ടക്ഷൻ ഒക്കെ വേറെ പൈസ കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടാ, ഇതില് ഈ പറയണത് പോലെ ഇത്രയും നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ കിട്ടി ഈ സെർവർ നന്നാക്കി കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. പണ്ട് മറ്റേ ജോക്കിയും നമ്മളൊക്കെ സ്കിൻസ് മേടിച്ച് ഇതിനകത്ത് കളഞ്ഞതുപോലെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പബ്ജിയിലാണോ? അതന്നെ ഞാൻ ചിന്തിക്കുന്നത് നോക്കായില്ലേ, നമുക്കൊരു വേണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി മീറ്റിംഗ് വിളിച്ചിട്ടേ എല്ലാവരോടും ചോദിക്കാം ഇതാണ് അവസ്ഥ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ നിങ്ങളുടെ വെൽക്കം. ഈ സിറ്റിയിൽ ആക്ച്വലി ഇത്ര 10,000-3000 പേര് കളിക്കുന്നുണ്ട്. അതിൽ കുറെ പേര് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഈ സ്ട്രീമേഴ്സിനെല്ലാം വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സിറ്റിയിൽ പരസ്യം ചെയ്തുകൂടെ? അപ്പാ പരസ്യം ചെയ്യാമോന്ന് ചോദിച്ചാൽ ചെയ്യാം. പക്ഷെ ഫൈം പോളിസി വെച്ചിട്ട് നമുക്ക് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുണ്ടല്ലോ, അതായത് ആഡിഡാസ് അല്ലെങ്കിൽ പെപ്സി, അതായത് റോക്ക് സ്റ്റാർ ആയിട്ട് ടൈപ്പ് ഇല്ലാത്ത ഒരു കമ്പനിയുടെ സാധനവും നമുക്ക് ഫൈമിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ നമുക്ക് പരസ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ബ്രാൻഡ് ഒന്നും നോക്കണ്ട. നമ്മുടെ ഇവിടുത്തെ വല്ല മൈജിയോ അങ്ങനെ അവരെയൊക്കെ അപ്രോച്ച് ചെയ്താ നടക്കും. അത് പോസിബിൾ ആണ്, ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്തുള്ളൊരു പോസിബിലിറ്റീസ് ആർക്കും അറിയത്തില്ല. ഈകളെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞ ഇപ്പം നിന്റെ ലൈവ് മാത്രം എടുത്തു. ഇപ്പൊ ഈകള് ലൈവ് ഇടുവാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീം കാണാൻ 2-2.5 ലക്ഷം പേരുണ്ട് അല്ലേ, ഒരു ലൈവില്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് സെർവറിൽ ഇവർക്ക് ഒന്നും ഇതിനെപ്പറ്റി ഒരു വലിയ ഐഡിയ ഇല്ല. മാസത്തിൽ 5 ദിവസം നിങ്ങളുടെ ബിൽ ബോർഡിന്റെ അടിയിൽ പോയി RP റെഡിയാണ്. പരസ്യത്തിന്റെ അടിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പരസ്യത്തിന്റെ പരസ്യം നിങ്ങൾ അവിടെ പ്ലേ ചെയ്തു, ഞാൻ അതിന്റെ അടിയിൽ ഇരുന്ന് ഇങ്ങനെ RP ഒക്കെ ചെയ്യണം. എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെയ്യാം.
അല്ലേ കോമറായിട്ട് പറഞ്ഞ ഇപ്പൊ അതല്ല ഇപ്പൊ ലോഡിംഗ് സ്ക്രീൻ എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടല്ലോ നമുക്ക് ലോഡിംഗ് കേരളത്തില് സ്ക്രീനും ലോഡിംഗ് അതുപോലെ സ്ക്രീനിൽ പ്ലേ ചെയ്യാലോ. ബിൽ ബോർഡ്സ് ഇല്ലേ സിറ്റിയിലും മുതുക്കിൽ ഉണ്ട് ഉണ്ട് മുതുക്കിൽ ഒരു വലിയ ബോർഡ് അങ്ങ് പിടിപ്പിക്കണം, മനസ്സിലായ? അതിലൊക്കെ പരസ്യം ഇടണം. പിന്നെ ഇതൊക്കെ നല്ല പാസ്വേഡ് കുണ്ണ കാണിച്ചു തരുമോ? നിനക്ക് അണ്ടി കളിച്ചാൽ ഇരിക്കണം അവനൊക്കെ. അത് തന്നെ വേറെ പര്യായത്തിൽ ചോദിച്ചത്. അപ്പൊ ഈ കിക്ക് അക്കത്തൊക്കെ അക്കൗണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓരോരുത്തന്മാര് വരണത് നോക്കണേ. ഇതെങ്ങനെ സാധിക്കുന്നവർക്കത്? അത് ഭയങ്കര. എനിക്ക് നിന്റെ വായത് 2 തെറി കേട്ടില്ലെങ്കിലും ഉറക്കം വരാത്ത ആൾക്കാർ. ഇല്ല, അമ്മാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ റൂട്ടറിൽ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ഡാമിറ്റ് ടൈപ്പ് ചെയ്യാൻ ഞാൻ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയതല്ലേ. ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എത്ര അക്കൗണ്ട് സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ. അയ്യോ ഗൈസ്, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ വണ്ടിയുടെ കാര്യം സെക്കൻഡും അവരൊക്കെ തന്നെയാണ് അതിന്റെ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ വീഡിയോയും കൂടെ ചെയ്തിട്ട് ഇറക്കാം. അപ്പൊ അതിന്റെ ഹാൻഡ്ലിങ് ചെയ്യാൻ അവര് നിങ്ങളുടെ ടീമിന്റെ കൂടെ വരാന്ന് പറഞ്ഞു കേട്ടോ. അതൊന്ന് സെറ്റ് ആക്കി കൊടുക്കണേ അപ്പ. അതൊരുമിച്ച് ഹാൻഡ്ലിങ് ഇതാക്കിട്ട് റിവീൽ ഇപ്പൊ തന്നെ വണ്ടി റിവീൽ ഇപ്പൊ കാണിക്കട്ടെ. എന്നാ ഇപ്പൊ കാണിക്കാം. ഇപ്പാണ് വണ്ടി റിവീലായിരിക്കും. കിവി ഐസ്ക്രീം, സൈലം, അങ്ങനെ കൊറേ ബ്രാൻഡ്സ് ഉണ്ട്. ബ്രാൻഡ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. അപ്പൊ എനിക്ക് വരുന്ന ബ്രാൻഡ് ഡീൽസ് വേണം ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്നലെ എനിക്കൊരു ബ്രാൻഡ് ഡീൽ വന്നു. എന്താ പറയാ പാപ്പ? ഇന്നലെ എന്റെ അടുത്ത് വന്നത്, ഞാൻ ഒരു ഗെയിമിംഗ് കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുള്ള ഒരു മാന്യത പോലും കാണിക്കാതെ അവര് നേരെ എന്നോട് പറയാണ് കിച്ചണില് ചമ്മന്തി അടക്കം എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സി. ഈ മിക്സി എന്റെ അടുത്ത് പറയണം. അവരുടെ അടുത്ത് ഐഡിയ പറയുവാണ് കേട്ടോ. ബ്രോ ഇരുന്ന് ഗെയിം കളിച്ച ഉടനെ പെട്ടെന്ന് ഭാര്യ പറയുന്നു ഒരു ജ്യൂസ് അടിച്ച് തരുവോ? അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ എന്തോ ഫിൽറ്റർ സാധനമൊക്കെ ഉണ്ട്, മനസ്സിലായ? എന്റെ അടുത്ത് പറയാണ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തരുവാ. അപ്പൊ ഗെയിമിങ്ങിന്റെ ഇടയ്ക്ക് റഷ് ചെയ്ത് പോയി ജ്യൂസ് അടിച്ചിട്ട് അത് കൊടുത്തിട്ട് തിരിച്ചു വരാൻ വെറും 2 മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞ് ഇതാണ് എനിക്ക് അയച്ചത് സ്ക്രിപ്റ്റ്. എടുത്ത് പറയാണ്. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ബ്രോ മിക്സി നിങ്ങൾക്ക് ഫ്രീ, പേയ്മെന്റ് ഇല്ല. മിക്സി ഇതിലല്ല ഞാൻ ചെയ്യണേ. എന്തൊക്കെ ഇതൊക്കെ പ്രൊമോഷൻ നിങ്ങൾ സത്യം ഞാൻ പറയാം. എനിക്ക് വരുന്ന എന്നെ ബാക്കി ഗെയിമിംഗ് ഏജൻസീസ് എല്ലാം ഇവിടെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ്. അവർക്ക് എന്നെ വേണ്ട. അവർക്ക് ഇനി ബ്രാവോ, ഞാൻ റിയൽമിയുടെ അടക്കം എല്ലാ ബ്രാൻഡ്സിന്റെയും ഇത് റിയൽമിയുടെ ഒരു വലിയ ലോഞ്ച് ഇവന്റ് ഇത് എനിക്ക് പിടിച്ചു തന്ന കേട്ടാ. ഇവിടുത്തെ ഒരു വലിയ ഏജൻസി പ്രൊമോഷന്റെ ഡെലിവറബിൾസിന്റെ ഡേറ്റ്. എന്നിട്ട് ലുലുമാളിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് മാച്ചിങ് ഡ്രസ്സൊക്കെ അവർക്ക് കളർ കോഡൊക്കെ ഉണ്ട്. അതൊക്കെ അപ്രൂവ് ചെയ്യാൻ കൊടുക്കണം. ഇതെല്ലാം അപ്രൂവ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് പ്രൊമോഷന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആളെയൊക്കെ വിളിച്ച് സെറ്റ് ആക്കിയപ്പോഴത്തേക്കിന് എന്റെ പെണ്ണുമ്പിള്ളേക്ക് പ്രസവിക്കാനുള്ള ടൈമായി. 5 ദിവസം മുമ്പ് അവള് പ്രസവിച്ചു, മനസ്സിലായ? ഡേറ്റ് തന്നതിന് 5 ദിവസം മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അർജന്റായിട്ട് പോയേ പറ്റുള്ളൂ, പെണ്ണുപിള്ളയുടെ കാര്യമാണ്, എന്റെ മോന്റെ കാര്യമാണ്, പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അവർക്ക് 1 ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റൂല. അവര് എന്നെ നൈസായിട്ട് അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് അത് കമ്മിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് മാറുന്നത് ഭയങ്കര പ്രശ്നമാണ്. അവസാനത്തെ ഏജൻസി ആയിരുന്നു, നല്ലൊരു ഏജൻസി ഉണ്ടായിരുന്നതിൽ അവസാനത്തെ. എനിക്ക് അതിനുശേഷം ജീവിതത്തിൽ ഇതുവരെ ഒരു ഗെയിമിംഗ് ബ്രാൻഡിന്റെ പ്രൊമോഷൻ എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ റേസറുകാരൊക്കെ ഈയിടയ്ക്ക് എന്നെ വെറുതെ ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ട് ഹായ് എന്ന് വെച്ചപ്പോ റിപ്ലൈ എടുത്തപ്പോ പോടാ കൊണ്ടേന്ന്. ഇപ്പൊ എന്റെ ഒരു സ്റ്റേറ്റ് അങ്ങനെയാണ്. ഞാനിപ്പോ ഈ പ്രൊമോഷൻസ് ചെയ്യാതെ ഞാൻ വിചാരിക്കണമായിരുന്നു കുറച്ചെങ്കിലും ഒക്കെ ചെയ്ത് വെക്കണ്ടായിരുന്നു. ഞാൻ സത്യം ഞാൻ പറയാം, ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു കുറച്ചെങ്കിലും ഏതെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണ്ടായിരുന്നു. ഞാൻ ഒന്നും ചെയ്യാത്തതിന്റെയാണ്. എനിക്കിപ്പോ ആകെ ഹെൽത്തി ആയിട്ട് കുറച്ച് കോണ്ടാക്ട്സ് ഉള്ള ഈ പ്രൊമോഷൻ ടീമുകളെന്നൊക്കെ പറഞ്ഞാൽ മൈജി, ഓക്സിജൻ, ഇവരൊക്കെയാണ്. മനസ്സിലായി? വേറെ ആരും ഇല്ല എനിക്ക്. എന്നെ ആർക്കും വേണ്ട. സാംസങ് അപ്പാ ഞാന് പണ്ടൊരു ദിവസം ലൈവിലിരുന്ന് സാംസങ് കുണ്ണ ഫോണെന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ ഇതിന്റെ റീജിയണൽ മാനേജർ കണ്ട് പുള്ളി അന്ന് തൊട്ടിട്ട്
ഒരു ബ്ലാക്ക് ലിസ്റ്റ് സാംസങ്ങിന്റെ ഒരു പരിപാടിക്ക് പോലും ഇവന്റെ തലവട്ടം കണ്ടേക്കരുതെന്നാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. സത്യമായിട്ടും അത് എന്റെ മനസ്സിൽ നിന്ന് വന്നു പോയത് അറിയാതെ അത് കുണ്ണ ഫോൺ എന്നുള്ള രീതി, അല്ലാതെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ലത്. അത് സാംസങ് വളരെ നല്ല ഫോണാണ് പിന്നെ നമുക്ക്. പിന്നെ വലിയ സ്ക്രീന്, വലിയ സൂം, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് അതിനറിയാമോ? പിന്നെ ലൈവ് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. അയ്യോ എന്തൊക്കെ അവസ്ഥയാണ്. പിന്നെ വേറൊരു ഇൻഫർമേഷൻ ഉണ്ട് ഗൈസ്. ബോബ് സ്ട്രീം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സാംസങ്കാര് പ്രൊമോഷന് വേണ്ടിയിട്ട് ഫോൺ കൊടുത്തത്. അത് ലീഗലി കേസായി. ഇപ്പൊ ബോബിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തിയെന്നാണ് അറിഞ്ഞത് ലാസ്റ്റ്. ഇന്ന് തന്നെ ഫോൺ ഞാൻ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് അപ്പൊ തന്നെ ഒരു വള്ളിയും കൂടെ എടുത്ത് തലയിൽ വെക്കാൻ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്ത് വിട്ട്. ഞാൻ എടുത്തില്ല, ഫോൺ എടുത്തില്ല. എന്തോ സാംസങ്ങിന്റെ കാര്യം പറ അണ്ണാ സാം എന്ന് വരെ കേട്ട് ഞാൻ അപ്പോഴേ കട്ട് ചെയ്ത്. അത് എനിക്ക് ഉറപ്പാണ്. സാംസങ് കേസൊന്നും കൊടുത്ത് അവന് ഫോൺ കൊടുത്തപ്പോൾ അവന് ഒരു വീഡിയോ എന്താണ് ഇട്ടത്, ഒരു വീഡിയോ എന്താണ് ഇട്ടത്, വേറെ ഇട്ടിട്ടില്ല അവന്റെ പ്രൊഫൈലിൽ. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. ലൈവ് ഇടണം, എന്തൊക്കെ ചെയ്യണം. ഡ്രീമർ ലാസ്റ്റില് റാ ഷേപ്പില് സാംസങ്ങിന്റെ ഓഫീസിൽ പോയി നിന്ന് കൊടുത്ത്. അങ്ങനെയാണ് അവന്റെ പ്രൊമോഷൻ ഇത് എൻഡ് ചെയ്തത്. വെറുതെ ചെയ്യല്ലേ ഡ്രീമറിന്. അവൻ ഏതോ ഒരു പ്രത്യേക തരം പോസ്, റായോ ഇറോയോ അങ്ങനെ എന്തോ ഒരു പൊസിഷനില് പോയിട്ട് അവരുടെ അടുത്ത് സഹകരിച്ചു. അതിനുശേഷമാണ് ഡ്രീമറിന്. എന്നിട്ട് അവൻ ഈവട്ടം എടുത്തില്ല അതിന്റെ. അപ്പൊ നിങ്ങളുടെ കോൺട്രാക്ട് എത്ര നാളുണ്ട്? ഇനി എത്ര നാളൂടെ? 7 മാസം അല്ല 6 മാസം. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഈ പ്രൊമോഷൻ ചെയ്ത് സാംസങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് എല്ലാവരെ ലൈവിൽ ഇരുന്ന് ഇങ്ങനെ അവരാധിച്ച് അപ്പൊ ആലോചിച്ച് നോക്കിയേ, നാളെ ഞാൻ ആ സാംസങ്ങിന്റെ ഇത് ചെയ്ത ഇപ്പൊ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നവന്മാരോട് ഒരുമിച്ച് എന്നെ വന്നങ്ങ് പണ്ണും. മനസ്സിലായോ? പിന്നെ ഉറപ്പല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കാത്തത്. മനസ്സിലായോ? അവരെന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ എന്നെ എടുത്തിട്ട് അലക്കിക്കളയും. ഡ്രീമറൊക്കെ എന്റെ എൻവിഡിയുടെ വീഡിയോ ഒക്കെ. അപ്പൊ എന്റെ എൻവിഡിയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഇല്ല.